Hi Cadets, Jay and welcome back to my channel. Cadets 2026 ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ ആകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അഫ്കാറ്റ് 02/2026 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഔട്ടായിരിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങളും ഒരു ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾ +2 പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്കറിയാൻ പറ്റും ഏതൊക്കെ എൻട്രിയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ ആകാനായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലുള്ള ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പോസ്റ്റിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇത് ഓഫീസേഴ്സ് എൻട്രിയാണ്, നോർമൽ എൻട്രി അല്ല, ഇത് ഓഫീസേഴ്സ് എൻട്രിയാണ്. സെലക്ഷൻ പ്രോസസ്സും അറിഞ്ഞിരിക്കണം, ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോം ഫില്ലിംഗ് എന്ന് മുതലാണ് സ്റ്റാർട്ട് ആകുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ. കാരണം ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങളിവിടെ കാണുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് ഔട്ടായിരിക്കുന്നത്. ഇൻടേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ 02/2026 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഔട്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫോം ഫില്ലിംഗ് എന്ന് മുതലാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കുട്ടികളെ, ഈ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് മെയ് 20-നാണ്. ഇന്ന് മെയ് 14-ആണ്. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ സേവ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് പോയിട്ട് ഫോം ഫില്ല് ചെയ്യുക. ക്ലിയർ? ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 19-ആണ്. ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കൂ, വേക്കൻസി ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഇന്ത്യൻ എയർഫോഴ്സ്. പോസ്റ്റ് നെയിം, അതേപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കൂ കുട്ടികളെ. ഫ്ലൈയിങ്ങും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേക്കൻസിയുടെ അപ്ഡേറ്റ് നോക്കാം. അഫ്കാറ്റ് എൻട്രിയിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. മെന്നിലാണെങ്കിൽ 30, വുമണിലാണെങ്കിൽ 5 ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വേക്കൻസി അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആൾറെഡി പറഞ്ഞിരിക്കുന്നത് ഇനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആകുമ്പോൾ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഷോർട്ട് നോട്ടീസ് ആണ്. ഷോർട്ട് നോട്ടീസ് എന്തോത്തിനാണ് എല്ലാ ഫോഴ്സും അപ്ഡേറ്റ് ചെയ്യുന്നത്? കാരണം ഓരോ കേഡറ്റ്സിനും ഇൻഫോം ചെയ്യുകയാണ്, കുട്ടികളെ നിങ്ങൾ പ്രിപ്പയർ ആയിക്കോളൂ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്, അതിനനുസരിച്ച് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇതോടൊപ്പം തന്നെ മറ്റ് പല പോയിന്റുകളും ഉണ്ട്. പക്ഷേ ഒരു മെയിൻ പോയിന്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, ഈ ഷോർട്ട് നോട്ടീസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി, നോൺ ടെക്നിക്കൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വേക്കൻസി. ആഡം, ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ്, അതേപോലെ തന്നെ മറ്റെല്ലാ ബ്രാഞ്ചിനെയും കറക്റ്റായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയുടെയും വേക്കൻസി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗേറ്റ് സ്കോർ എൻട്രി, ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെയും കറക്റ്റായിട്ട് ഇവർ ഇനി മെൻഷൻ ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസിയുടെയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി നോക്കൂ കുട്ടികളെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ കയ്യിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും, അതായത് ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 20 to 24 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ നോക്കൂ, 2 ജൂലൈ 2003-ക്കും 1 ജൂലൈ 2007-നും ഇടയിലായിരിക്കണം. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ആണ് ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ. ഇവിടെ ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് നോക്കാം. 2 ജൂലൈ 2001-നും 1 ജൂലൈ 2007-നും ഇടയിൽ ജനിച്ച കേഡറ്റ് ആയിരിക്കണം. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഫോം
ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം റിട്ടൺ എക്സാം ആണ്, അതിനുശേഷം SSB ഇൻ്റർവ്യൂ ആണ്, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഈ രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഫോം എന്ന് മുതലാണ് സ്റ്റാർട്ട് ആവുന്ന ലാസ്റ്റ് ഡേറ്റ് ആൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ റിമൈൻഡറിൽ ഇടുകയാണ്. നോക്കൂ കുട്ടികളെ, ഈ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടില്ല. മെയ് 20 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. പിന്നെ 2026 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഏതെങ്കിലും കേഡറ്റ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, WMB, നേഴ്സിംഗ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, ഓഫീസ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ നേവിയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നേവിയുടെ ഇപ്പോൾ എക്സാം സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എൻഡ് ടൈമിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ആരൺ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വാട്സ്ആപ്പ് ചാനൽ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ PDF-ൻ്റെ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടും ആരൺ ഡിഫൻസ് അക്കാഡമിയുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടി നമ്മൾ 2 ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുമായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. 2026 SSCD ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.